ഹായ് ഓൾ, ഞാൻ ഹരി. ഞാൻ അഗി. എല്ലാവർക്കും സുഖല്ലേ? ഞങ്ങൾ ഇവിടെ സുഖമായിട്ടിരിക്കണ്ട. അപ്പൊ ഇന്നത്തെ പരിപാടി എന്നാ? ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മെയിൻ ആയിട്ട് ഹരി ഇന്ന് G1 ടെസ്റ്റ് എഴുതാൻ പോവുകയാണ്. ഫൈനലി ആഫ്റ്റർ കമ്മിങ്. ഇപ്പൊ ഞങ്ങൾ ഇവിടെ വന്നിട്ട് 1 വർഷവും ഒരു 5 മാസം കണ്ടായി. ഇത്ര നാളെ അതിന്റെ ആവശ്യമൊന്നും തോന്നിയിരുന്നില്ല, അതുകൊണ്ട് ഹരി എഴുതിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എല്ലാരും എന്നോട് ചോദിക്കാൻ തുടങ്ങി, എന്താ ചെയ്യണത്, എന്താ ചെയ്യണത്? ഇവിടത്തെ ഒരു മെയിൻ ID കാർഡാണ്, ബേസിക് ഐഡി ആണ്. നമുക്ക് നാട്ടിലുള്ള പോലെ സെപ്പറേറ്റ് വോട്ടർ ID പോലത്തെ പാൻ കാർഡോ അങ്ങനെ ഒന്നുമില്ല. ഒന്നല്ലെങ്കിൽ പാസ്പോർട്ട്, അല്ലെങ്കിൽ പറഞ്ഞ പോലെ G1 ആണ്. പിന്നെ G ആണ് മെയിൻ ആയിട്ടുള്ള സംഭവം. അത് കിട്ടിക്കഴിഞ്ഞാൽ അതായിരിക്കുള്ളൂ വാലിഡ് ആയിട്ടുള്ളത്. അപ്പോൾ അതിന്റെ പ്രൊസീജിയർ എങ്ങനെയാണെന്നുള്ളത് ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ എന്തായാലും സെപ്പറേറ്റ് ചെയ്തുതരാം. കാരണം കുറച്ച് കാര്യങ്ങൾ അതിനെ കുറിച്ചിട്ട് പറയാനുണ്ട്. G1 എഴുതാന്ന് പറയുന്നത് എന്താന്ന് ആദ്യം മനസ്സിലാവുള്ളൂ. അതൊരു ഡ്രൈവിംഗ് ടെസ്റ്റ് ആണ്. നമ്മുടെ നാട്ടിലെ ലേണേഴ്സ് എഴുതൂലേ, ആ ഒരു സംഭവമാണ് ഇവിടുത്തെ G1 എന്ന് പറയുന്നത്. ലേണേഴ്സിന് G1 എന്ന് പറയും. അത് കഴിഞ്ഞ് G1 കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ G2 ഉണ്ട്. G2 ൽ പാർക്കിംഗ്, റോഡ് ടെസ്റ്റ്, ചെറിയ റോഡിൽ കൂട്ടുള്ള റോഡ് ഓടിക്കൽ, പാരലൽ പാർക്കിംഗ്, അങ്ങനത്തെ സാധനങ്ങൾ. G എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈവേയിൽ 100 km/h നമ്മൾ ഓടിച്ചടിച്ചു വിടണം. അങ്ങനെ 3 ഇത് കഴിഞ്ഞാലാണ് നമുക്ക് കംപ്ലീറ്റ്ലി കാർ ഓടിക്കാൻ ഗ്രാജുവേറ്റ് എന്ന് പറയുന്നത്. പിന്നെ കാർ ഓടിക്കാൻ വേണ്ടി മാത്രം ഉണ്ട്. കാർ ഓടിക്കാൻ വേറെ ഉണ്ട്, ബൈക്ക് ഓടിക്കാൻ വേറെ M ലൈസൻസ് ഉണ്ട്, ട്രക്ക് ഓടിക്കാൻ AZ ലൈസൻസ് ഉണ്ട്, ട്രക്കിന്റെ വേറെ കാറ്റഗറി ഓടിക്കാൻ DZ ലൈസൻസ് ഉണ്ട്. അങ്ങനെ കുറേ ഉണ്ട്. മൊത്തത്തിൽ ഞാൻ പറയൂല, ഞാൻ G എങ്ങനെ എടുക്കേണ്ടത് എന്നുള്ളതിന്റെ ഒരു ചെറിയൊരു വീഡിയോ ഞാൻ എന്തായാലും ഇടാം. G1 എടുക്കണതിന്റെ ഡോക്യുമെന്റ്സും പിന്നെ G എന്തിട്ടാണ് കാർ ഓടിക്കാൻ വേണ്ടി ബേസിക് ആയിട്ട് ചെയ്യണതിന്റെ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞുതരും. ഇന്നത്തെ മെയിൻ ഇന്റൻഷൻ എന്ന് പറയുന്നത് ഞാൻ G1 എഴുതാൻ പോകുന്നു എന്നുള്ളതാണ്. അതെ. പിന്നെ അതുകൊണ്ട് പിന്നെ ഇന്നത്തെ ഒരു ഡേ കാണിക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഇവിടെ ഇപ്പൊ ഏകദേശം 12 മണി കഴിഞ്ഞിട്ട് സമയം. രാവിലെ എനിച്ചിട്ട് ഊബർ ഓടാൻ പോവാ, അതിന്റെ കുറച്ച് കാണിക്കാന്നൊക്കെ വിചാരിച്ചിരുന്നത്. പക്ഷെ ഇന്നലെ വന്ന് കിടന്നപ്പോഴേക്കും ലേറ്റ് ആയി. അപ്പൊ അതുകൊണ്ട് രാവിലെ കഴിഞ്ഞ ആഴ്ച ഫുൾ 2 പേർക്കും ഫുൾ സ്കെഡ്യൂൾ ആയിരുന്നു, ഷിഫ്റ്റ് ഉണ്ടായിരുന്നു. ലീവ് എടുക്കാന്ന് വിചാരിച്ചിട്ട് നടന്നില്ല. അപ്പൊ എക്സ്ട്രാ ഷിഫ്റ്റ് എടുത്ത് ഇല്ല, ലീവ് എടുക്കണ പരിപാടി ഇല്ല ഇവിടെ. ലീവ് എടുക്കൂല. മീൻസ് അത്രയും വയ്യാണ്ടായി കഴിഞ്ഞാൽ ലീവ് എടുക്കുള്ളൂ. ലീവ് എടുക്കേണ്ട ആവശ്യം, ലീവ് എടുത്തിട്ടും ചെയ്യാൻ കുറെ കാര്യങ്ങളുണ്ട്. പക്ഷെ പണിയാണ് ഇമ്പോർട്ടന്റ്. കാരണം അത് നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള അതിന്റെ ചെലവും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് മുന്നോട്ടുള്ള വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതെ, കാനഡിയൻ ജീവിതം എന്ന് പറഞ്ഞിട്ടൊരു സംഭവമാണല്ലോ ഞാൻ പറഞ്ഞത്. അപ്പൊ എന്തായാലും ഞാൻ മൊത്തത്തിൽ ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇന്നിപ്പോ പോവാ G1 എഴുതാൻ. ഞങ്ങൾ ഇപ്പൊ റെഡി ആയിട്ട് സെറ്റ് ആയിട്ടിരിക്കുന്നുണ്ട്. ഇനിയിപ്പോ ചെല്ലാം, ഇറങ്ങാം, പോയിട്ട് G1 കാര്യങ്ങൾ അതും കൂടെ കാണിക്കുക. അപ്പൊ അങ്ങനത്തെ ഒരു എല്ലാം കൂടെ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു വീഡിയോ എന്തായാലും നിങ്ങൾ കാണാം. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഞങ്ങളുടെ വീഡിയോ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെടണം, എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞങ്ങൾ കുറെ നാള് ലാഗ് വരുത്തി. ഇനിയിപ്പോ മാക്സിമം നമ്മള് വീഡിയോസ് ഇടാൻ അത് ഞാൻ ഇട്ട് കഴിഞ്ഞിട്ട് പറയണമെന്ന് പറയണമെന്നില്ല. എന്തായാലും വലിച്ചു കിട്ടണല്ല. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, അപ്പൊ കാണാം, നമുക്ക് പോവാം. സോ ഗായ്സ്, നമ്മപ്പോ ഡ്രൈവ് ടെസ്റ്റിന്റെ അവിടെ എത്തിയിട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ ആ സെന്റർ. ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടാണ് എക്സാം എഴുതേണ്ടത്. ഇവിടെ തന്നെ അതല്ലാണ്ട് G2ഉം Gന്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡ്രൈവ് ടെസ്റ്റിന്റെ കാര്യങ്ങളും G എന്താണ്, G2 എന്താണ്, G1 എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു ചെറിയ വീഡിയോ ഞാൻ ഇടാട്ടോ. കാരണം ഇതിൻ്റെ ഒപ്പം കാണിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ലാഗ് ആവുള്ളൂ. പിന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാനും ബുദ്ധിമുട്ടായിരിക്കുള്ളൂ. പിന്നെ എന്താണ് ഡ്രൈവിംഗ് എന്ന് അറിയണം വേണ്ടി മാത്രം നോക്കണവർക്ക് ഈ ഒരു വീഡിയോ കണ്ടിട്ട് മൊത്തം മനസ്സിലാക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അതിന് വേണ്ടി ചെറിയൊരു വീഡിയോ ഞാൻ എന്തായാലും ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ടെസ്റ്റ് സെൻറ്റർ. ഹരി അതിൻ്റെ ഉള്ളിലേക്ക് കയറി പോയിട്ടുണ്ട്. ഇനി അവിടെ ചെന്ന് കുറച്ച് ക്യൂവും പിന്നെ ഡോക്യുമെന്റ് വെരിഫിക്കേഷനൊക്കെ ഉണ്ട്. കനം ക്യൂ ആണ് അതിൻ്റെ ഉള്ളിൽ. കനം ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കനം ക്യൂ. പക്ഷെ നമ്മീ അപ്പോയിന്റ്മെന്റ് എടുത്ത് വന്നേക്കണ കാരണം നമുക്കത് ഇങ്ങനത്തെ ഒരു ടോക്കൺ നമ്പർ കിട്ടി. സത്യം പറഞ്ഞാൽ റിയലി നാട്ടിലൊരു ഹോസ്പിറ്റൽ ഫീൽ. ഇനിയിപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബാക്കിൽ അവിടെ ടോക്കൺ നമ്പർ ഓരോന്ന് വിളിക്കുന്നുണ്ട്. അവിടെ ചെല്ലുമ്പോൾ അവിടെ ചെന്നിട്ട് ടോക്കൺ നമ്പർ കാണിച്ച് നമ്മുടെ ഡോക്യുമെന്റ്സ് ഒക്കെ വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടെസ്റ്റ് എഴുതാൻ വേണ്ടി സെപ്പറേറ്റ് ഒരു റൂമുണ്ട്. കമ്പ്യൂട്ടർ ബേസ്ഡ് ആണെന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ ഉള്ളിൽ പോയിട്ട് ടെസ്റ്റ് എഴുതാട്ടോ. ടെസ്റ്റ് എഴുതിയിട്ട് ഇവിടുന്ന് ഒരു ടെമ്പററി പേപ്പർ ആദ്യം കിട്ടും. പിന്നെ ലൈസൻസ് 14 ദിവസം കഴിഞ്ഞിട്ട് കിട്ടും. അങ്ങനെയാണ് ഇതിൻ്റെ പ്രൊസീജിയർ. ഇവിടുത്തെ തിരക്ക് ഞാൻ കാണിച്ചു തരാം. ചെറിയൊരു പണി കിട്ടി. ഫോൺ വണ്ടിയിൽ കണക്ട് ആയതുകൊണ്ട് നമ്മൾ പറഞ്ഞ ഒന്നും ഒരു ഓഡിയോവും റെക്കോർഡായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വോയിസ് ഓവറാണ് ചെയ്യണത്. പിന്നെ അത് മാത്രമല്ലാണ്ട് അവിടെ പോയിട്ട് വേറൊരു പണിയും കൂടെ കിട്ടി. ഹരിക്ക് G1 ടെസ്റ്റ് എഴുതാൻ പറ്റിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിലെ ലൈസൻസ് കയ്യിലില്ലാത്തതുകൊണ്ട് G1 ടെസ്റ്റിന് അവർ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ്. ഇപ്പോൾ എവിടെ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിലും G1 എഴുതണമെങ്കിൽ നമ്മളുടെ ആ എക്സ്പീരിയൻസും കൂടെ ആഡ് ചെയ്തിട്ട് അതിന് സെപ്പറേറ്റ് അപ്പോയിൻമെൻറ്റ് എടുക്കണമെന്ന്. അപ്പോൾ അതുകൊണ്ട് ആ ലൈസൻസ് അല്ലെങ്കിൽ അതിൻ്റെ എക്സ്ട്രാക്റ്റൊക്കെ കൊണ്ടുവന്നാലേ എക്സാം എഴുതാൻ പറ്റുള്ളൂ എന്ന് അവർ പറയണത്. കാരണം അതിലിപ്പോൾ അവൾ ലൈസൻസ് എടുത്തിട്ട് ഏകദേശം 1 വർഷമായല്ല. അപ്പോൾ ആ 1 വർഷത്തെ എക്സ്പീരിയൻസ് ആഡ് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ അതുകൊണ്ട് ലൈസൻസ് എഴുതാൻ പറ്റാത്തതിൻ്റെ മൂഞ്ചലിലാണ് അവളായിരിക്കണത്. ഹലോ ഗായ്സ്,
അങ്ങനെ ജീവൻ എഴുതാൻ പോയി. അവർ പറഞ്ഞു എനിക്ക് ജീവൻ എഴുതാനുള്ള അർഹതയില്ലെന്ന്. നാട്ടില് എനിക്ക് ലൈസൻസ് ഉള്ളതുകൊണ്ട്. അയ്യോ കാറ്റ്. ഞങ്ങളിതേ അതുകൊണ്ട് പ്ലാനൊക്കെ മാറ്റി ചുമ്മാ STCയിൽ കറങ്ങാൻ. സോ ഗൈസ്, ഇതാണ് വാൾമാർട്ട്. ഈ വാൾമാർട്ട് ആയാലും ഇവിടുത്തെ ഏതൊരു സൂപ്പർ സ്റ്റോർ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റ്, ഹൈപ്പർ മാർക്കറ്റിലൊക്കെ കയറി കഴിഞ്ഞാൽ എല്ലാ സാധനവും കിട്ടൂട്ടാ. നമുക്ക് കിട്ടാത്തതായിട്ടൊന്നുമില്ല. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയും ഡ്രസ്സിലായാലും അങ്ങനെ തന്നെ എല്ലാ സംഭവങ്ങളും. ഇതിപ്പോൾ ഞങ്ങൾ വെറുതെ കയറിയുണ്ട്, ഇവിടെ നിന്ന് മാനിക്കാനൊന്നുമില്ല. ഹരിക്ക് പറ്റുകയാണെങ്കിൽ 1-2 പാൻറ്റ് നോക്കണമെന്നുണ്ട്. അങ്ങനെ ഇവളൊന്നും കൊണ്ട് ഒരു ഡ്രസ്സ് കടയിലും വന്നുതരാൻ പറ്റാത്ത അവസ്ഥ. ഇതുണ്ട ഇതും പിടിച്ചുകൊണ്ട് നടക്കണത് നൈറ്റി, നമ്മുടെ നാട്ടിലെ അമ്മമാരുടെ നൈറ്റി. തള്ള വൈബ് കംഫോർട്ട് എന്ന് കണ്ട, തള്ള വൈബ് പിടിച്ച് തള്ള വൈബ്. ഇങ്ങനത്തെ ബാസ്ക്കറ്റ് മേടിക്കുകയാണെങ്കിൽ കാനഡയിലുള്ളവർക്ക് ഏറ്റവും ഈസിയാണ്. കാരണം വീട്ടിൽ ഷെൽഫൊന്നും ഇല്ലാത്തത് തുണികൾ ഇങ്ങനെ മടക്കി വെക്കാൻ പറ്റുന്നു. അടക്കി വെക്കാൻ വേണ്ടി മാത്രമല്ല, നമ്മൾ ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോൾ ഇങ്ങനത്തെ സാധനങ്ങളിലൊക്കെ ഈസിയാണ്. ഇങ്ങനത്തെ കണ്ടെയ്നേഴ്സ് ഒക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ എല്ലാം കിട്ടൂടാ. വാൾമാർട്ടിലൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ. എന്തായാലും വാൾമാർട്ടിൽ നടന്നു കഴിഞ്ഞാൽ സമയം കളയാനുള്ള വാൾമാർട്ടിൽ നിന്ന് ഇറങ്ങിയാണ്. ജസ്റ്റ് ഒന്ന് കയറിയപ്പോൾ വണ്ടി അവിടെ ഇട്ടുണ്ടി അങ്ങ് ഇതിലേക്ക് കയറിയതുകൊണ്ട് മാത്രം ഇതിനുള്ളിൽ കയറിയതാണ്. എന്തായാലും മുടി വെട്ടാനുള്ള പരിപാടി നോക്കട്ടെ. ഓക്കെ, അതെന്തെങ്കിലും പറ്റണമെങ്കിൽ അത് കാണിച്ചു തരാം. അങ്ങനെ ഇവിടെ കിടന്ന് ഇറങ്ങി ലാസ്റ്റ് നമ്മൾ എത്തൻ്റെ കൊടുത്തെത്തി ഗൈസ്. മെഗ്ഡി. ഈ മെഗ്ഡി ഇത് വാൾമാർട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഉള്ളതാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ ഫുഡിൻ്റെ പല സെക്ഷൻസ് ഉണ്ടാവും. മെഗ്ഡി മാത്രമല്ലാണ്ട് വേറെ പല റെസ്റ്റോറൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതേപോലെ ഷോപ്പ് ചെയ്യണവർക്ക് വന്ന് ഫുഡ് കഴിച്ച് പോകാമെന്നുള്ളൊരു സ്ട്രാറ്റജി നല്ലതല്ലേ. ഹരി അപ്പോൾ അതെ അവിടെ ഫുഡ് ഓർഡർ ചെയ്തിട്ട് നിൽക്കണ്ട കേട്ടോ. അങ്ങനെ വലിയ കാര്യമായിട്ട് കഴിക്കാനല്ല, എന്തെങ്കിലും നൈസായിട്ട് വല്ലതും കഴിക്കാം എന്നുള്ളൊരു മൈൻഡുള്ളൂ. അങ്ങനെ അവിടെ നിന്നൊക്കെ കയറി എന്തെങ്കിലുമൊക്കെ കഴിക്കാം. മോളിൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ ഇതാണ് ചിലവായിക്കുള്ളൂ. ഇപ്പോൾ സമയം ഏകദേശം ഇവിടെ 2 മണിയായി. ഞാൻ പറഞ്ഞില്ലേ 12 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് 2 മണി. സമയം ഇവിടുത്തെ പോണ പോക്കില്ല എൻ്റെ മോനെ. ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഒരു ദിവസം ഓഫ് ഇട്ടിട്ട് ഇപ്പോൾ എന്ത് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജീവന് പോയി മുഞ്ചി. വാൾമാട്ടി വന്നു വല്ലതും മാനിച്ചോ? ഒന്നും മാനിച്ചില്ല. വെറുതെ ഇറങ്ങണം, സമയം കളഞ്ഞ്. ഫുഡ് മരിയൊക്കെ കഴിച്ചു, അതുമില്ല. എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ലൊട്ടിലെടുക്കുക, അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കഴിക്കും. ഇനി പിന്നെ വൈകുന്നേരം ജിമ്മിൽ പോകണം. എന്തായാലും ജിമ്മിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ആ ജിമ്മിൽ കയറുന്ന സമയത്ത് കാണിച്ചാറുണ്ട് ജിമ്മിൽ ജോയിൻ ചെയ്യേണ്ട എങ്ങനെയാണെന്ന് അവിടെ. അപ്പോൾ അങ്ങനെ അപ്പോഴത്തേക്കും ഇന്നത്തെ ഒരു ദിവസം കഴിഞ്ഞു. സിമ്പിളാണ്, പെട്ടെന്നൊരു ദിവസങ്ങൾ പെട്ടെന്ന് പോട്ടെ. ഇപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നിട്ട് 1 വർഷവും 3 മാസവും കണ്ടായി. അത് പോയത് ഒരു പിടുത്തില്ല എങ്ങനെയാണെന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. 1 വർഷം 3 മാസമല്ല 5 മാസം കണ്ടായി. സെപ്റ്റംബർ 2023 വന്നതാണ്. ഇതിപ്പോൾ ജാനുവരി 2025 ആയില്ലേ. പെട്ടെന്ന് സമയം പോട്ടെ, നാട്ടിൽ വരാമല്ലോ. അതാണ് മെയിൻ ഉദ്ദേശം. ഒന്നുമില്ല കേട്ടാ, ചെറിയൊരു ജൂനിയർ ചിക്കൻ എന്ന് പറഞ്ഞൊരു ബർഗർ. വെറുതെ ഇവളുടെ ഓരോ കഴിക്കണമെങ്കിൽ മര്യാദക്കെല്ലാം കഴിച്ചാൽ മതി. കയറ്റി വീഡിയോ ലെങ്ത് ആക്കാൻ പറ്റില്ല, ഇങ്ങനെ കാണിക്കും. കഴിച്ചോ. കണ്ട ഗൈസ്, സ്വന്തം കഴിക്കണത്. സെൽഫിഷ് ഭാര്യ. ഇവരാണ് എപ്പോഴും മിഡിൽ പീസ് കിട്ടുക എല്ലാ സാധനത്തിൻ്റെയും. അങ്ങനെ ഞങ്ങളുടെ വാൾമാർട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഇവിടുത്തെ ഷോപ്പിംഗ് സെൻ്ററായ STCയിലേക്ക് കയറിയിട്ടാണ്. STC അടിപൊളിയാണ്ടാ. STC കാണിക്കാന്ന് കഴിഞ്ഞാൽ 2-3 വ്ളോഗ് STCനെ കുറിച്ച് തന്നെ ഇടാൻ പറ്റും. പക്ഷേ കുഴപ്പമെന്നു വെച്ചാൽ ബാക്ക്ഗ്രൗണ്ടിൽ എപ്പോഴും മ്യൂസിക് ഉണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ട് ഈ കോപ്പിറൈറ്റ് അടിക്കാനൊക്കെ ചാൻസസ് കൂടുതലാണ്. ഇഷ്ടംപോലെ എല്ലാ കടയുടെ ബ്രാൻഡും സംഭവങ്ങളും എല്ലാവരും ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. നമ്മളിപ്പോൾ പോണത് ഗായ്സ്, ഇവിടെ വന്നിട്ട് കടയൊക്കെ കാണാൻ തപ്പിപ്പിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇതേപോലെ സ്ക്രീൻ വെച്ചിട്ടുണ്ടാവും. അതിൻ്റെ അകത്ത് വരാം. നമ്മുടെ കട സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ QR കോഡ് സ്കാൻ ചെയ്യണമെങ്കിൽ അങ്ങനെ സ്കാൻ ചെയ്യുക. അല്ലെങ്കിൽ കണ്ട ലൊക്കേഷൻ കാണിക്കും, ഏത് ഫ്ലോറിലാണ്, എവിടെയാണ്, എന്താണെന്നൊക്കെ ഉള്ളത്. ഇതിപ്പോൾ സെയിൻറ്റ് ജെർമൻ ബേക്കറി എന്നും പറഞ്ഞിട്ടേക്കണം. ഇവിടെ എന്തോ നല്ല ബണ്ണ് കിട്ടുമെന്നാണ് പറയണത്. എന്തായാലും അതും കൂടെ പോയി ട്രൈ ചെയ്ത് നോക്കാം നമുക്ക്. അടുത്ത തീറ്റ സ്ഥലമായ സെയിൻറ്റ് ജെർമൻ ബേക്കറി. ഇവിടുത്തെ ഈ എന്നെ ആകർഷിച്ചത് ഇവിടുത്തെ ഫുഡിന്റെ സ്മെല്ല് കാരണമാണ് ഞാൻ ഈ കട നോട്ടീസ് ചെയ്തത്. ഞാൻ ഇവിടുന്ന് മേടിച്ചു. ഇത് ഓക്കെ ഗൈസ്,
കേക്കിൻ്റെ വെറൈറ്റീസ് ബർത്ത്ഡേ കേക്ക് വേണമെങ്കിൽ ഇവിടെ ഒന്ന് വാങ്ങിച്ചോട്ടെ. ഇതൊക്കെ ഒരു അടിപൊളി സാധനം ഇരിക്കണത് റോസ് കേക്ക്. വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ കേക്ക്. ബട്ടർ ക്രീം ബൺ. അങ്ങനെ കുറേ നേരത്തെ റിസർച്ച് കഴിഞ്ഞിട്ട് അവിടെ സാധനത്തിൽ ഉറപ്പിച്ച്. ഒരുപാട് സാധനങ്ങളുണ്ട്, എല്ലാം കാണാനും നല്ല ഭംഗിയുണ്ട്. ഫൈനലി ഞാൻ ഇതൊരു ചീസ് ഫീൽഡ് ബണ്ണാണ് വാങ്ങിച്ചത്. പിന്നെ എന്തുണ്ട് മാംഗോ പുഡിംഗ്, മാംഗോ കേക്ക്, മാംഗോ പുഡിംഗ് കേക്ക്. അങ്ങനെ എന്താ എഴുതിയേക്കണത്. കാണാൻ നല്ല രസമുണ്ട്. എടുത്ത് കഴിക്കും. ഇത് കണ്ടിട്ട് മറ്റേ ആലിയ ഭട്ടിന്റെ വൈറൽ കേക്കിന്റെ കാര്യമായിട്ട് വരുന്നു. കഴിക്കി. യമ്മി. നിനക്ക് വേണ്ടേ? സൂപ്പർ. ഒത്തിരി മധുരവും ഇല്ല, നോർമൽ നല്ല സാധനമാണ്. ഒന്നുകൂടെ പറ. ഇത് നമ്മുടെ നാട്ടിൽ പണ്ട് കിട്ടൂലേ മറ്റേ ചീസൊക്കെ വെച്ചിട്ടുള്ള ബണ്ണ്. ആ സംഭവം തന്നെ എടുത്ത് മെയിനായിട്ട് കുറച്ച് ഭംഗിക്ക് പ്രസന്റ് ചെയ്തേക്കണമെന്നുള്ളൂ. ഇതിന് മുകളിൽ തേങ്ങ കൊത്ത് പോലത്തെ ഒന്ന് സാധനം കിട്ടുന്നുണ്ട് കേട്ടോ. കഴിച്ചോക്കാം. ആ ഉള്ളിലുള്ള ക്രീം കിട്ടിയോ? അത് തന്നെ സാധനം രസമുണ്ട്. പക്ഷെ നല്ല രസമുണ്ട്. പിന്നെ കുറേ നാളായിട്ട് ഇങ്ങനത്തെ സാധനമൊക്കെ കഴിച്ചിട്ട് ഞാൻ ഇതൊക്കെ ട്രൈ ചെയ്യാന്ന് വിചാരിച്ചത്. രസമുണ്ട്. ഓക്കെ STCയിലുള്ള അടുത്തൊരു കട ഇരിക്കേണ്ട വന്നു, ബിൻസ് എന്നും പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ഫ്രൈസ് നല്ലതാണെന്നും പറഞ്ഞിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഒരു പ്രാവശ്യം വാങ്ങിച്ചു തന്നിരുന്നു. അപ്പോൾ ആ ഒരു സാധനം ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. $4 ആയുള്ളൂ. $4. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. എന്തായാലും വരുമ്പോൾ കാണിച്ചു തരാം. ഹായ്, നല്ല പാക്കിംഗ്. സോ അതെ, നമ്മൾ വാങ്ങിച്ച ഫ്രൈസ് ഇതാണ്ട സ്മോക്കിംഗ് ഹോട്ട് റോക്കിംഗ് ഫ്രൈസ് എന്നും പറഞ്ഞിട്ട് $3.99 അത് തുറന്നു കഴിഞ്ഞ് കുറച്ചുള്ളൂ, നിസ്സാരം ഉണ്ടാവുള്ളൂ. അത് തുറന്നു കഴിഞ്ഞ് എന്തിട്ട് എൻ്റെ അകത്തുള്ളൂ കാണിക്ക്. ഒരു പൊടി പോലത്തെ ഒരു ഐറ്റം ഉണ്ട്, നോർമൽ ഫ്രൈസ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് കുലിക്കാം അങ്ങോട്ട് പെട്ടെന്ന് ഇട്. ഇനി അത് അടച്ചിട്ട് നല്ലോണം കുലിക്കാം അങ്ങോട്ട്. നീ അങ്ങോട്ടാ പൊക്കിക്കോളെ. ഇത് കണ്ട, അത് മിക്സ് ആയത്. ഞാൻ എൻ്റെ അന്ന് വരെ ഒന്ന് എടുത്ത് കഴിക്കാം. മധുരം കഴിച്ചിട്ടേ മട്ടിച്ച്, അതാണ് ഫ്രൈസ് കഴിക്കാമെന്ന് വിചാരിച്ചത്. ഇതാണ് സാധനം. ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കാൻ തോന്നുന്നുണ്ട്. നല്ല രസമാണ്. നല്ല ക്രിസ്പി ഫ്രൈസ് ഇട്ടാ. ഇപ്പൊ തന്നെ ഇതാക്കി തന്നായിരുന്നു. അങ്ങനെ ഇപ്പൊ കഴിച്ചോണ്ടിരിക്കണ്ട. എന്തെങ്കിലും ഡിപ്പും കൂടെ ഉണ്ടായിരുന്നു നല്ലതായിരുന്നു കേട്ടോ. വേണ്ടായിരിക്കും, ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞാണ്. കുഴപ്പമില്ല. സോ ഗൈസ്, അത്രയും ഫുഡ് കഴിച്ചു കഴിഞ്ഞപ്പോൾ അത്രയല്ല നിസ്സാരമായിട്ട് കഴിച്ചോളൂ. ഇനിയിപ്പോൾ എന്തെങ്കിലും കുടിക്കാൻ തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഫ്രൂട്ട് ഷോപ്പായ റിയൽ ഫ്രൂട്ടിൽ നിന്ന് എന്തെങ്കിലും കുടിക്കാൻ നോക്കാം നമുക്ക്. ഇവിടെ നല്ല ഫ്രഷായിട്ട് ഇത് കണ്ടോ അടിച്ചു തന്നെ ജ്യൂസ് ഐറ്റംസ് ഉണ്ടാവും ഇവിടെ. നമുക്ക് എന്തായാലും അവിടെ നിന്ന് ഇപ്പോൾ ഒരു ജ്യൂസ് ഓർഡർ ചെയ്യാം. ഈ കടയിലത്തെ മെനു ഇത് കണ്ടോ. എല്ലാ കടയിലും ഇങ്ങനെ നല്ല സ്ക്രീനിലാക്കിയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ടാവും കേട്ടോ. വന്ന് നോക്കാം, ഇഷ്ടമുള്ളത് വാങ്ങിക്കാം. ജ്യൂസ് തന്നെ മതിയില്ല നമുക്ക്. $8. സൈഡ് കാണിക്കാൻ അങ്ങനെ തർക്കിച്ച് ഒടുവിൽ കിവിന്റെ കയ്യിലെത്തി. അപ്പൊ ഇനി കിവിയും കുടിച്ചിട്ട് മുടിവെട്ട കടയിലേക്ക് പോവാ. മുടിവെട്ടാൻ വന്നിട്ട് മുടിവെട്ടാൻ കാട്ടി കൂടുതൽ ഫുഡ് കഴിക്കണേല ഞങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്തു.
അത് ഫുഡ് സെക്ഷനിൽ വന്നു കഴിഞ്ഞപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കാം. പിന്നെ നല്ല വിശപ്പുണ്ടായിട്ടാ. രാവിലെ ഞങ്ങൾ ഇന്ന് ഹെൽത്തി ഫുഡായിട്ട് കൊണ്ട് എന്തിട്ടാ മുട്ടയും പാലും അങ്ങനത്തെ ഐറ്റംസ് മാത്രമേ ഞങ്ങൾ ഇന്ന് കഴിച്ചോളൂ. ഞങ്ങൾ അതെ ബാർബർ ഷോപ്പ് എവിടെയാണെന്ന് അറിയാത്തതുകൊണ്ട് പിന്നെ നമ്മൾ അന്വേഷിക്കാൻ വന്നിരിക്കുന്നതും നമ്മുടെ കിയോസ്കിയുടെ അടുത്ത്. മാപ്പ് ഇതാണ് നമ്മുടെ മാപ്പ്. മാപ്പ് 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 ആഹാ നിങ്ങൾക്ക് സ്പെല്ലിങ് അറിഞ്ഞൂടാ ഗൈസ്. വിദ്യയില്ല വിവരമില്ല, ഏതോ അറ്റത്താണ് ഗൈസ്. വെട്ടി ഒന്ന് ഷേപ്പ് ചെയ്യാന്ന് വിചാരിച്ചു വന്നേക്കാണ്. എന്താവും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, നോക്കി നോക്കാം. പിന്നെ എത്ര ആവും പറഞ്ഞുകൂടാ. അത് ഇവിടെ വെട്ടിക്കഴിയുമ്പോൾ അവരൊരു എമൗണ്ട് പറയും, നമ്മളത് കൊടുക്കണം. അതാണ് ഇവിടുത്തെ ഒരു രീതി. ഇതാണ് നമ്മുടെ ഷോപ്പ്. വേണണ്ട, ഞാൻ കൊടുത്തില്ല. ഇതാണ് ഞാനും ഇവിടെ നിന്ന് ഒരു 1 ടൈം കട്ട് ചെയ്തായിരുന്നു. എനിക്ക് ഈ സർവീസ് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെയാണ് ഞാൻ ഇവനെ കൊണ്ടുവരുന്നത്. ഇവൻ്റെ എന്താണെന്ന് അങ്ങനെ അവൻ്റെ മുടി വെട്ടിക്കാനായിട്ട് അവസാനം ഞാൻ അവനെ നിർബന്ധിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഫൈനൽ റിസൾട്ട് എന്താണെന്ന് അറിയത്തില്ല. ഞങ്ങൾ കുറേ ചോദിച്ച് മനസ്സിലാക്കിയിട്ടെടുത്ത തീരുമാനമാണ്. അപ്പം ആദ്യം ഫസ്റ്റ് ഹെയർ വാഷാണ്. അത് വെട്ടുമ്പോഴേക്കും ഇന്ന് വീഡിയോയിലേക്ക് വരാൻ മടിയ. ചെറുക്കൻ്റെ മുടിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്തു. തിരിഞ്ഞ് തിരിഞ്ഞ് കാണിക്കട്ടെ. ഓ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്കിഷ്ടമായി. ഞാൻ വിചാരിച്ചു എനിക്ക് എന്തായാലും വളർത്തണം എന്നുള്ളതായിരുന്നു. പക്ഷേ വെട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നെയും വളർത്താന്നുള്ളൊരു ഇതിലാണ്. അപ്പൊ ഇങ്ങനെ ചെറുതായിട്ട് അടി ട്രിം ചെയ്ത് കൊടുത്താൽ കഴിഞ്ഞാൽ സെറ്റ് ആയിരിക്കുമല്ലോ. പിന്നെ കസ്റ്റമർ സർവീസ് നല്ല പക്കാ കടാട്ട. STCയുടെ ഉള്ളിലാണ്. എന്തായാലും വന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കി. എന്നുവെച്ചാൽ പുറത്ത് നമ്മൾ $15 വെട്ടാന്ന് വിചാരിച്ചുള്ള ഒരു ഇതിൽ വരണ്ട. അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്. പക്ഷെ ഇതാണ് കസ്റ്റമർ സർവീസ്. ഞങ്ങള് സ്റ്റെഫനി എന്ന് പറഞ്ഞ ഒരു സ്റ്റൈലിസ്റ്റ് ആയിട്ടാണ് ചെയ്തത്. മുന്നേയും ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. ആ ഒരു എക്സ്പീരിയൻസിൽ പുള്ളിക്കാരി അടിപൊളിയാണ്. ഇവനും കംഫർട്ടബിൾ അല്ലേ? നല്ലോണം സംസാരിച്ച് നമ്മളോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് സെറ്റായി വെട്ടി തരട്ടെ. എനിക്ക് ഇഷ്ടമായി. ഞാൻ ഇങ്ങനെ വിചാരിച്ചിരുന്നത്. ഇതൊക്കെയാണ് ഓക്കെ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് 2 ഷാമ്പൂവും വാങ്ങിച്ചു. അതിന്റെ റിവ്യൂ ഞങ്ങൾ യൂസ് ചെയ്തിട്ട് പറയാം. ഷാമ്പൂവും കണ്ടീഷണറും നല്ലതാണെന്നാ പറഞ്ഞത്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഇതിന്റെ വലിയ ബോട്ടിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഇതാണ് ഫസ്റ്റ് ടൈം നമ്മൾ ഒന്ന് ട്രൈ ചെയ്തിട്ട് സക്സസ്ഫുൾ ആണെങ്കിൽ ഇവിടെ നിന്ന് തന്നെ വലിയതും മേടിക്കാം. ഓക്കെ ഗൈസ്, അപ്പൊ ഇനി അടുത്ത പരിപാടി നടന്നു നോക്കാം. ഒരു സൂത്രം കാണിച്ചാൽ നിങ്ങൾക്ക് ഇതിലേ നടന്നപ്പാ നോക്കിയേ. അതിന്റെ സൈസ് ഒന്ന് കാണിച്ചു തരാട്ടെ ഞാൻ. ഹരി നിന്നേ, ഒരു ജാക്കറ്റിന്റെ സൈസ് നോക്കിയേ. ഇതപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തിനാ എങ്ങനെ വെച്ചേക്കണമെന്നല്ലേ? വെറുതെ ഷോക്ക് വേണ്ടി വെച്ചേക്കണ കേട്ടാ. പക്ഷെ നല്ല രസമില്ലേ കാണാൻ വേണ്ടിയിട്ട്. ഗായ്സ് അത് കഴിഞ്ഞിട്ട് ഇത് വെറുതെ ഒരു ഹാൻഡ് ക്രീം നോക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഒരു ബോഡി ഷോപ്പ് എന്നും പറഞ്ഞൊരു കടയിൽ കയറിയാണ്ടാ. ടെസ്റ്റിങ്ങിന് സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. ഒരു സാധനം ഓസി കിട്ടിക്കഴിഞ്ഞാൽ കണ്ട മൊത്തം അങ്ങോട്ട് എടുത്ത് എന്നാ കോക്കനട്ട് എടുക്ക്. അപ്പോൾ ഒരു ഹാൻഡ് ക്രീം എടുത്തു. പിന്നെ ഓഫറിന് കിട്ടിയൊരു പെട്ടി എടുത്തു. $40 ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്തോ ഒരു ഗിഫ്റ്റ് കിട്ടുമെന്ന് പറഞ്ഞ് അതിനു വേണ്ടി $40 ആക്കണത്. എൻ്റെ വൈഫ് ഭയങ്കര റിച്ച് ആയതുകൊണ്ടേ പിള്ളേരെയും കൊണ്ട് എന്തുകൊണ്ട് മാളിൽ വരരുന്ന് പറയണത് ഇത് കാരണമാണ്. ഇപ്പം തന്നെ കണ്ടില്ല എൻ്റെ കയ്യിലിരിക്കണ മൊത്തം സാധനങ്ങൾ. ഇറങ്ങിയാൽ എക്സ്പെൻസീവാണ്. ഇനിയിപ്പോൾ അടുത്തൊരു കടയിൽ കയറിയിട്ടുണ്ട്. അത് ഞാൻ എന്താണെന്ന് കാണിച്ചു തരാം കേട്ടോ. അടുത്തൊരു കടയിൽ കയറിയിരിക്കുന്നത് കമ്മൽ നോക്കാൻ വേണ്ടിയിട്ട്. കിയോക്കി ആൻഡ് 3 കുത്ത്. കടറ കളറിങ്ങൊക്കെ ഉണ്ട്. എന്ത് രസമാണെന്ന്. ഭയങ്കര പ്ലസന്റ് ഫീലാണ്. വന്ന് നിന്ന് എടുത്ത് പോവാ. ഇങ്ങനെ ഇഷ്ടംപോലെ സാധനങ്ങൾ ഫുള്ള് ബ്യൂട്ടി ഐറ്റംസ് അങ്ങനത്തെ ഇതൊക്കെ തന്നെയുണ്ട്. ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ ലോഷൻസും അതും ഇതൊക്കെ ആയിട്ട് തന്നെ വേണ്ട. അതെ ഇതിപ്പോൾ കമ്മൽ നോക്കണമെന്നും പറഞ്ഞാണ്. കമ്മലിൻ്റെ ഇഷ്ടംപോലെ വെറൈറ്റീസ് ഉണ്ട് ഇവിടെ. മോളെ സെക്കൻഡ് സ്റ്റെഡ് കുത്തൂല കേട്ടോ മോളെ. ഇവിടെ സെക്കൻഡ് സ്റ്റെഡ് അല്ല തേർഡ് സ്റ്റെഡ് കുത്തണമെന്നും പറഞ്ഞ എന്താണ് ഇവിടെ നോക്കിയേ. കാക്കാലത്ത് തന്നെ ഞാനാ വെറുതെ എന്ത് വെറുതെ എന്ത് കാര്യമുണ്ട് വെറുതെ. അപ്പം അത് നടന്ന് മതിയായി. ഞാൻ ഇവിടെ കസേരമ വന്നിരുന്ന് ഇവരൊപ്പം ഷോപ്പിങ്ങിന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ
സിംഗിൾസ് നിങ്ങൾ ഇതൊക്കെ കാണണം. എന്തായാലും കുഴപ്പമില്ല, നോക്കാം നമുക്ക്. അയ്യോ, വീട്ടിൽ ചെന്ന് വീഡിയോ എഡിറ്റ് ചെയ്യാൻ നോക്കിയപ്പോഴാണ് കേട്ടോ ലാസ്റ്റത്തെ വീഡിയോക്ക് സൗണ്ട് ഇല്ല. കൺക്ലൂഷൻ പറഞ്ഞ വീഡിയോ ആണ്, കാറിലിരുന്ന് ഞാനും ഹരിയും കൂടെ പറഞ്ഞ വീഡിയോ ആയിരുന്നു. പക്ഷേ വണ്ടി കാർപ്ലേ ആയിട്ട് കണക്ട് ആയിക്കണത് കൊണ്ട് റെക്കോർഡ് ചെയ്തതിനൊന്നും സൗണ്ട് ഇല്ല. മുന്നേ കുഴപ്പമുണ്ടായിരുന്നില്ല, ഇപ്പോഴായി പിന്നെ ഈ കുഴപ്പം തുടങ്ങിയേക്കണത്. കാർപ്ലേക്ക് എന്തോ വിഷയം ഉണ്ടെന്ന് തോന്നണം. എന്തായാലും സർവീസിനോട് എടുക്കുമ്പോൾ നോക്കി നോക്കണം എന്താണെന്ന്. അതുകൊണ്ട് നല്ല ഡീറ്റെയിൽ ആയിട്ട് അന്നത്തെ ദിവസം കൺക്ലൂഡ് ചെയ്താണ് ഞങ്ങൾ ആ വീഡിയോ. പക്ഷേ ഓടിയില്ല. ഞങ്ങൊരു 3-4 മിനിറ്റ് കുറേ കാര്യങ്ങൾ കണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം സമയത്ത് പറയണ സമയത്ത് നമ്മൾ പറഞ്ഞു പോകല്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിന് വോയിസ് ഓവർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും പോസിബിൾ ആയിട്ടുള്ള കാര്യമില്ല. കാരണം ഒരു 3 മിനിറ്റിൻ്റെ അടുത്തെങ്ങാണ്ട് ഉണ്ടായിരുന്നു കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ പറഞ്ഞിട്ട്. അപ്പം അത് മൊത്തത്തിൽ മൂഞ്ചി ഗായ്സ്. അപ്പം എന്തായാലും ഇങ്ങനെ പറഞ്ഞിട്ട് എന്തായാലും വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പം ഇനിയുള്ള മുന്നോട്ടുള്ള വീഡിയോകൾ വരുന്നതായിരിക്കുള്ളൂ. ഇനിയിപ്പോൾ എന്തായാലും അവളുടെ ജീവൻ ടെസ്റ്റ് എഴുതാൻ പോകുന്നുണ്ട്. അടുത്ത വീഡിയോയിൽ അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ എന്തായാലും അധികം പറഞ്ഞ് കിട്ടണില്ല. നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്തായാലും അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ.